നമസ്കാരം ട്രേഡേഴ്സ്, എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. അങ്ങനെ മറ്റൊരു വോളറ്റിലിറ്റി ഉള്ളൊരു ദിവസം വീണ്ടും കടന്നുപോയി. ഇന്ന് ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി ആണ് ഉണ്ടായിരുന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ അടുത്ത മണിയുടെ ഒക്കെ ആസ്പാസൊക്കെ ആയിട്ട് ബാങ്ക് നിഫ്റ്റി ഇന്ന് എക്സ്പയറി ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ റൈറ്റേഴ്സിന് ഇന്ന് വളരെ കൂളായിട്ടുള്ള ഒരു എക്സ്പയറി ആണ് ഇന്നുണ്ടായിട്ടുള്ളത്. നിഫ്റ്റിയെ പറ്റി വരുമ്പോൾ നിഫ്റ്റി ഇന്ന് ഏകദേശം ഒരു 170 പോയിന്റിൻ്റെ ഒരു ഇൻട്രാഡേ മൂവ്മെൻറ്റ് നടത്തി, ഹൈയും ലോയും തമ്മിൽ. നിഫ്റ്റിയിൽ ഇന്ന് റിലയൻസ് ഏകദേശം ഒരു 75 പോയിന്റ് ഉയർന്നു, 3% അടുത്ത് റാലി രേഖപ്പെടുത്തി. റിലയൻസിനോടൊപ്പം തന്നെ ICICI ബാങ്കും HDFC ബാങ്കും പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. റിലയൻസിനെ സംബന്ധിച്ച് ന്യൂസുകളുണ്ട്, നമുക്കത് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ റിലയൻസ് നിഫ്റ്റിയുടെ 70 പോയിന്റ് ഉയർന്നപ്പോൾ അതിൽ ഏകദേശം ഒരു 20 പോയിന്റും റിലയൻസിൻ്റെ ഒരു കോൺട്രിബ്യൂഷനാണ് ഉണ്ടായിട്ടുള്ളത്. നമുക്ക് നേരെ നിഫ്റ്റിയുടെ ചാർട്ട് പരിശോധിക്കാം. നല്ലൊരു പ്രൈസ് ആക്ഷനാണ് ഇന്ന് നിഫ്റ്റിയിൽ നടന്നിട്ടുള്ളത്. അത് നമുക്ക് വ്യക്തമായിട്ട് തന്നെ കാണാം. നിഫ്റ്റിയുടെ ചാർട്ട് ഓപ്പൺ ആയിട്ടുണ്ട്, 5 മിനിറ്റ് ക്യാൻഡിലാണ്. മൺഡേ ലോ കാണാം. അതിനുശേഷം മൺഡേ ലോ വീണ്ടും റീടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മൺഡേ ലോ ബ്രേക്ക് ചെയ്ത് 21,453 എന്ന് പറയുന്ന ഒരു റേഞ്ച് മൾട്ടിപ്പിൾ ടൈംസ് റീടെസ്റ്റ് ചെയ്ത് അതിൽ നിന്ന് വീണ്ടും മാർക്കറ്റ് 170 പോയിന്റിൻ്റെ ഒരു ബൗൺസ് ബാക്ക് ഉണ്ടാക്കി 21,625 നിഫ്റ്റിയുടെ നിൽപ്പ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മൺഡേ ലോയാണ് ഇന്ന് അതിന് താഴെ പോയിട്ടുള്ളത്. വീണ്ടും 2 തവണയാണ് താഴെ പോയിട്ടുള്ളത്. ഭാഗ്യവശാൽ മാർക്കറ്റ് വീണ്ടും തിരിച്ച് കയറിയിട്ടുണ്ട്. അതല്ല എങ്കിൽ വീണ്ടും സപ്പോർട്ടുകളൊന്നും ഇല്ലാതെ മാർക്കറ്റ് ഫോൾ ആയേനെ. അപ്പോൾ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. അതിനർത്ഥം ബയേഴ്സ് വളരെയധികം സ്ട്രോങ് ആയിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇന്നലെ നിഫ്റ്റിയിൽ വളരെ ശക്തമായിട്ടുള്ളൊരു മൂവ്മെൻറ്റാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ പേഴ്സണലി ഞാൻ വിചാരിച്ചിരുന്നത് കൂടുതൽ ആളുകളും ലോസ് വരുത്തിയിട്ടുണ്ടാകും എന്നുള്ളതാണ്. പക്ഷേ നമ്മളുടെ ചാനലിൻ്റെ സബ്സ്ക്രൈബേഴ്സ് എല്ലാം തന്നെ പ്രോ ട്രേഡേഴ്സാണ്. ഇന്നലെ നിങ്ങളുടെ പെർഫോമൻസ് എങ്ങനെയുണ്ട് എന്ന് ഞാൻ കമൻറ്റ് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഭൂരിഭാഗം ആളുകളും ഇന്നലെ പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് നമ്മുടെ ചാനൽ കാണുന്ന എല്ലാ ആളുകളും പ്രോ ട്രേഡേഴ്സാണ്. അപ്പോൾ നിങ്ങളുടെ ട്രേഡിങ്ങിന് ചെറിയ രീതിയിലെങ്കിലും ഹെൽപ്ഫുൾ ആവാനായിട്ട് നമ്മുടെ ചാനൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് അറിയാൻ സാധിക്കുന്നതിൽ വളരെയധികം സന്തോഷം. നിഫ്റ്റി 73 പോയിൻറ്റ്, സെൻസെക്സ് 271 പോയിൻറ്റ്, ബാങ്ക് നിഫ്റ്റി 118 പോയിൻറ്റിൻ്റെ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. നിഫ്റ്റിയിൽ നിന്ന് മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ളത് ഫാർമ കമ്പനിയായിട്ടുള്ള സിപ്ല, അദാനി എൻ്റർപ്രൈസസ്, റിലയൻസ്, HCL ടെക്, അദാനി പോർട്ട് തുടങ്ങിയ കമ്പനീസാണ്. പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടിട്ടുള്ളത് ONGC, ഡിവിസ് ലാബ്, NTPC, BPCL, പവർ ഗ്രിഡ് തുടങ്ങിയ കമ്പനീസാണ്. നാളെ നിഫ്റ്റിയുടെ എക്സ്പയറി ആണ്. അതുകൊണ്ട് തന്നെ നിഫ്റ്റിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കാം. ഡോട്ടഡ് ലൈൻ കാണുന്നുണ്ട്, അത് അടുത്ത മണിയാണ്. അതിന് തൊട്ട് താഴെ നിഫ്റ്റി 50 പോയിന്റ് ഇൻ്റർവെല്ലാണ് കോൺട്രാക്റ്റ് ഉള്ളത്. 21,500 ഹയർ പുട്ട് സൈഡിൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുന്നുണ്ട്. 21,500 മേജർ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തേക്കാം. 21,700 മേജർ റെസിസ്റ്റൻസ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ 21,800 ഉണ്ട്, 21,900, 22,000. സ്വാഭാവികമായിട്ടും കോൾ സൈഡിൽ കുറച്ച് അധികം കോൾ റൈറ്റിംഗ് ആഡായിട്ടുണ്ട്. PCR 0.9 ആണ്. കോൾ റൈറ്റ് ചെയ്തിരിക്കുന്നത് 9 കോടി, പുട്ട് 8 കോടിയാണ്. അപ്പോൾ പുട്ടിനേക്കാളും കൂടുതൽ കോൾ റൈറ്റ് ചെയ്തിട്ടുണ്ടെന്ന് എന്ത് കാണാൻ സാധിക്കും. എന്നാൽ പുട്ട് അടുത്ത മണിയുടെ സമീപത്ത് ആയ സ്ട്രൈക്കായ 21,500 പുട്ട് അഡീഷണലും വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളത് കാണാനും സാധിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് പരിശോധിക്കാം. നിഫ്റ്റി ഇന്ത്യൻ മാർക്കറ്റ് മാത്രമല്ല US മാർക്കറ്റും വളരെ വലിയ രീതിയിൽ വോളറ്റിലിറ്റി ഉണ്ട്. US-ലും മേജർ ബാങ്കുകളുടെ റിസൾട്ടുകൾ കാത്തിരിക്കുകയാണ്. അപ്പോൾ അതുണ്ടാക്കുന്ന ഒരു വോളറ്റിലിറ്റി, കൂടാതെ തന്നെ ലോകം തന്നെ കാത്തിരിക്കുന്ന US-ലെ CPI ഇൻഫ്ലേഷൻ ഡേറ്റ നാളെയാണ് വരുന്നത്. നാളെ ഇന്ത്യൻ സമയം 7 PM വരുന്നത്. അപ്പോൾ നിഫ്റ്റിയുടെ എക്സ്പയറി എല്ലാം തന്നെ കഴിഞ്ഞ് ഇനിയിപ്പോൾ സെൻസെക്സിൽ കയറണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. കാരണം വലിയൊരു ഈവൻറ്റ് വരുന്നുണ്ടെന്ന് മാത്രം ഓർമ്മിപ്പിച്ച് കൊള്ളട്ടെ. ഗ്ലോബൽ മാർക്കറ്റ് പരിശോധിക്കാം. ഏറ്റവും ടോപ്പിൽ കാണാം ഗോൾഡ് $4 ഉയർന്ന് $2,034 പെർ ഔൺസ് എന്ന നിലയിലേക്ക് എത്തി നിൽക്കുന്നുണ്ട്. ആദ്യ ബാച്ചിലുള്ള ഏഷ്യൻ മാർക്കറ്റിൽ നിക്കി ജപ്പാൻ മാർക്കറ്റ് കാണാം 700 പോയിന്റ് ഉയർന്ന് ശക്തമായൊരു റാലി രേഖപ്പെടുത്തി. മറ്റുള്ള ഏഷ്യൻ മാർക്കറ്റ്, അതായത് കൊറിയ, ചൈന, ഓസ്ട്രേലിയ, ഇതൊന്നും തന്നെ നേട്ടം ഉണ്ടാക്കിയിട്ടില്ല. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന DAX, CSE 40, FTSE
ഇത് യൂറോപ്യൻ മാർക്കറ്റാണ്. ഇത് ഫ്ലാറ്റായ രീതിയിൽ ട്രേഡ് ചെയ്യുന്നുണ്ട്. MOX റഷ്യൻ മാർക്കറ്റ് ഫ്ലാറ്റാണ്. ബിറ്റ് കോയിൻ 800 പോയിൻറ്റിൻ്റെ ഒരു ഫോൾ ഉണ്ടാക്കി 45,600 ബിറ്റ് കോയിൻ മാർക്കറ്റും അതിഭീകരമായിട്ട് വോളറ്റിലിറ്റി ഉണ്ട്. ഇന്ത്യ വിക്സ് ഇന്ന് ഫർദറായിട്ട് 2.5% ഒരു ഫോൾ ഉണ്ടാക്കി 12.97. ഡോ ഫ്യൂച്ചർ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് ഫ്ലാറ്റായ രീതിയിൽ ട്രേഡിങ് തുടരുന്നുണ്ട്. നിഫ്റ്റിയുടെ ഇന്ന് നിഫ്റ്റി മൂവേഴ്സ് നോക്കാം. ലൈൻസ് കാണാം. 0.25 നിഫ്റ്റിയുടെ മൂവ്മെൻറ്റിന് കാരണക്കാരനായി. ICICI ബാങ്ക് 0.1, HDFC ബാങ്ക് 0.04%. അപ്പോൾ സ്വാഭാവികമായിട്ടും അതാത് ഇൻഡെക്സിൽ നിങ്ങൾ ട്രേഡ് ചെയ്യുമ്പോൾ അതാത് ഇപ്പോൾ നിഫ്റ്റി 50 എന്നുള്ളത് മാറ്റി നിഫ്റ്റി ഫിനാൻഷ്യൽ ആക്കാം, നിഫ്റ്റി ബാങ്ക് ആക്കാം. അപ്പോൾ ആ സെക്ടറിൽ ആരാണ് ഇന്ന് ബെസ്റ്റ് പെർഫോമർ, അത് നമ്മുടെ നിഫ്റ്റി ആ ഒരു പർട്ടിക്കുലർ ഇൻഡെക്സിൽ എത്രമാത്രം കോൺട്രിബ്യൂഷൻ നൽകുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. മണപ്പുറം ഫിനാൻസ്, കേരളം ആസ്ഥാനമായിട്ടുള്ള മണപ്പുറം ഫിനാൻസ് ഒരു IPOയിൽ വേണ്ടി പങ്കെടുക്കാനായിട്ട് സെബിക്ക് ഒരു ഡിമാൻഡ് ഡ്രാഫ്റ്റ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇത് താൽക്കാലികമായിട്ട് സെബി അത് ഹോൾഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു വാർത്തയാണ്. ക്യാൻസൽ ചെയ്തിട്ടില്ല, ഹോൾഡ് ചെയ്തിട്ടുള്ളൂ. എങ്കിലും കമ്പനീനെ സംബന്ധിച്ചൊരു ക്ഷീണമായ ഒരു വാർത്തയായതുകൊണ്ട് സ്റ്റോക്ക് ഇന്ന് 8% ഒരു ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ തന്നെ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ ഫീസിൽ കൊച്ചിയിലും കാലിക്കറ്റിലും ക്ലാസ്സുകൾ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഏറ്റവും കുറഞ്ഞ ഫീസിലാണ്. താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം. റിലയൻസ് ഇന്ന് നിഫ്റ്റിയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള റിലയൻസ് ഇന്ന് ഏകദേശം 70 പോയിൻ്റ് അഥവാ 3% അടുത്ത്, അഥവാ നിഫ്റ്റിയിൽ ഏകദേശം ഒരു 25 പോയിൻറ്റിൻ്റെ ഒരു മൂവ്മെൻറ്റിന് കാരണക്കാരനായിട്ടുള്ള റിലയൻസിനെ സംബന്ധിച്ചുള്ളൊരു ന്യൂസ് ഇന്ന് ഉള്ളത്, ഗുജറാത്തിൽ ഗ്ലോബൽ സമ്മേളനം നടക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് റിലയൻസിൻ്റെ ചെയർമാൻ മുകേഷ് അംബാനി ഒരു സ്പീച്ച് ഉണ്ടായിരുന്നു. ഇന്ത്യയിലേക്ക് ഏകദേശം 12 ലക്ഷം കോടി അദ്ദേഹം റിലയൻസ് എന്ന് പറഞ്ഞ കമ്പനി നിക്ഷേപിക്കും. ഇതിൽ ഭൂരിഭാഗം ഗുജറാത്തിലായിരിക്കും എന്നുള്ളൊരു അദ്ദേഹത്തിൻ്റെ ഒരു സ്പീച്ച്. കൂടാതെ തന്നെ റിലയൻസ് ഗ്രൂപ്പ് ഓഫ് കമ്പനികളുടെ മാർക്കറ്റ് ക്യാപ്പ് 20 ലക്ഷം കവിഞ്ഞു എന്നുള്ള 2 മൾട്ടിപ്പിൾ ന്യൂസുകളാണ് റിലയൻസ് ഇന്ന് ഇത്ര ശക്തമായ ഒരു റാലി ഉണ്ടാക്കാനും അതുവഴി നിഫ്റ്റിനെ ഇത്ര വലിയ രീതിയിൽ കോൺട്രിബ്യൂഷൻ നടത്താനും സഹായിച്ചത്. ഇൻഡസ് ടവർ, BOFA സെക്യൂരിറ്റീസ് എന്ന് പറയുന്ന ബ്രോക്കറിംഗ് സ്ഥാപനം ഇൻഡസ് ടവർ എന്ന് പറയുന്ന കമ്പനീനെ അപ്ഗ്രേഡ് ചെയ്തതായിട്ടുള്ളൊരു ന്യൂസ് ഉണ്ട്. ഇപ്പോൾ നമ്മളുടെ എയർടെലിനെല്ലാം തന്നെ ഒരുപാട് നിക്ഷേപമുള്ള കമ്പനിയാണ് ഇൻഡസ് ടവർ. അപ്പോൾ എയർടെൽ ഈ മെട്രോ നഗരങ്ങളിൽ മാറി നിന്നിട്ടുള്ള ചെറിയ നഗരങ്ങളിലെല്ലാം തന്നെ അവരുടെ 5G സർവീസുകളെല്ലാം തന്നെ വിപുലപ്പെടുത്തുമ്പോൾ ഈ കമ്പനികളുടെ എല്ലാം തന്നെ മൊബൈൽ ടവർ ചെയ്യുന്ന കമ്പനിയാണ് ഇൻഡസ് ടവർ. സ്വാഭാവികമായിട്ടും നേട്ടമുണ്ടാക്കിയേക്കാം എന്നുള്ളൊരു പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് ഈ ഒരു ബ്രോക്കറേജ് സ്ഥാപനം അപ്ഗ്രേഡ് ചെയ്തിട്ടുള്ളത്. ശക്തി പമ്പ് ഇന്ന് 5% റാലി രേഖപ്പെടുത്തി 2 ദിവസം മുമ്പ് നമ്മൾ ന്യൂസിൽ ചർച്ച ചെയ്തിട്ടുള്ളതായിരുന്നു. അവർക്ക് 10ാമത്തെ പേറ്റൻ്റൊക്കെ കിട്ടിയ ന്യൂസ് നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഓർമ്മ കാണും. സ്പൈസ് ജെറ്റ് 5% റാലി രേഖപ്പെടുത്തി. അവരുടെ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് നടക്കുന്നതിന് മുമ്പ് തന്നെ ഇവർ പ്രസ്താവന നടത്തിയിട്ടുണ്ടായിരുന്നു. 2250 കോടി രൂപ ഫണ്ട് റൈസ് ചെയ്യാനായിട്ട് കമ്പനി തീരുമാനിച്ചു എന്നുള്ളത്. ഇനി റിയൽ എസ്റ്റേറ്റ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള ന്യൂസാണ്. ക്രെഡായി, ഇന്ത്യയിലെ റിയൽ എസ്റ്റേറ്റ് അസോസിയേഷനാണ് ക്രെഡായി. ഈ ക്രെഡായി പറയുന്നത് അടുത്തൊരു 2-3 വർഷത്തോട് കൂടിയിട്ട് ഇന്ത്യയുടെ ഈ ഒരു പാർപ്പിട ആവശ്യകത 93 മില്യൺ ലേക്ക് പാർപ്പിട ആവശ്യകത ഉയരും എന്നുള്ളതാണ്. കൂടാതെ തന്നെ നിലവിൽ ക്രെഡായി പറയുന്നത് ഈ ഹൗസിൻ്റെ എല്ലാം തന്നെ പ്രൈസ് 6%, അതായത് നമ്മളുടെ ഈ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെ അനുപാതികമായ രീതിയിൽ ഈ ഒരു പ്രോപ്പർട്ടീസിൻ്റെ എല്ലാം തന്നെ വില ഉയരുന്നുണ്ട് എന്നുള്ളതാണ്. അതേ അഭിപ്രായം തന്നെയാണ് ബ്രിഗേഡ് എന്ന് പറയുന്ന റിയൽ എസ്റ്റേറ്റ് കമ്പനിക്കുള്ളത്. അപ്പോൾ ഈ ഒരു ഫിനാൻഷ്യൽ മേഖലയിൽ ഒരുപാട് ചർച്ചകൾ നടക്കുന്ന ഒരു കാര്യമാണ് വീട് വാങ്ങണമോ വേണ്ടയോ എന്നൊക്കെ. അതെല്ലാം തന്നെ നമ്മുടെ വ്യക്തിപരമായ താല്പര്യമാണ്. കേരളം പോലുമുള്ള ഒരു സംസ്ഥാനത്ത് വീട് എന്ന് പറയുന്നത് നമ്മളുടെ സ്റ്റാറ്റസ് സിമ്പലായിട്ട് ആളുകൾ കരുതി പോരുന്ന ഒരു സംസ്ഥാനത്ത് വീട് എന്ന് പറയുന്നത് തികച്ചും നമ്മളുടെ ഒരു പേഴ്സണൽ ചോയ്സാണ്. അതിനൊരു കമൻറ്റ് പറയാൻ ഞാൻ ആളല്ല. നിങ്ങൾ കമൻറ്റ് പറയാം ഈ ഒരു വീഡിയോയുടെ താഴെ. എങ്കിലും റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്ന മേഖല ഇന്ത്യയിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റം നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ക്രെഡായിയുടെ ഒരു അഭിപ്രായം. തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റ് താഴെ
അഭിപ്രായപ്പെടുക. അതിന് വേറെ ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ഡിബേറ്റ് ചെയ്യണമെങ്കിൽ അതും കമൻറ്റിൽ പറയുക. അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കാതെയുള്ള കമൻറ്റുകളെല്ലാം തന്നെ താഴെ തീർച്ചയായിട്ടും നിങ്ങൾ രേഖപ്പെടുത്തുക. GHCL കമ്പനി ഒരു ടെക്സ്റ്റൈൽ കമ്പനിയാണ്. ഒരു 12% റാലി രേഖപ്പെടുത്തി തമിഴ്നാട്ടിൽ 535 കോടി രൂപയുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമെന്നുള്ളതായിരുന്നു കമ്പനി പറഞ്ഞിരുന്നത്. ഇത് നമ്മളുടെ ന്യൂസിൽ നമ്മൾ 2 ദിവസം മുമ്പ് ഡിസ്കസ് ചെയ്തതാണ്. ഇന്ന് റാലി രേഖപ്പെടുത്തിയത് കൊണ്ട് വീണ്ടും അത് ലേറ്റിലേക്ക് വന്നു എന്നുള്ളത് മാത്രം. റെയിൽറ്റെയിൽ കമ്പനി 26 കോടി രൂപയുടെ ഒരു ഓർഡർ കിട്ടി. കല്യാണി സ്റ്റീൽ കമ്പനി കമേനിയൻ സ്റ്റീലിൽ ഏകദേശം 450 കോടി രൂപയുടെ നിക്ഷേപം കമ്പനി നടത്തി. ഇന്ന് സ്റ്റോക്ക് 3% റാലി രേഖപ്പെടുത്തി. SGVN ഇന്ന് 4% ഫോൾ ഉണ്ടായിട്ടുണ്ട്. SCVNൽ ഉള്ള ഒരു മുൻ ഉദ്യോഗസ്ഥനെതിരെ ഒരു കേസൊക്കെ ഫയൽ ചെയ്ത് ഇതാണ് സ്റ്റോക്ക് ഇന്ന് ഇടിയാൻ കാരണം. കിംസ് കൃഷ്ണ ഡയഗ്നോസ്റ്റിക് കമ്പനിയാണ്. ഇവർ സർവേജിയ ഹെൽത്ത് കെയറിൽ ഫർദറായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി എന്നുള്ളൊരു ന്യൂസ്. NBCCക്ക് 218 കോടി രൂപയുടെ ഓർഡർ കിട്ടിയതായിട്ടുള്ള ന്യൂസ്. DCM ലിമിറ്റഡ് ഡൽഹി ക്ലോത്ത് മിൽസ് കമ്പനിയാണ്. ഇവിടെ ഒരു കേസ് നടക്കുന്നുണ്ടായിരുന്നു. ഇതിന് കമ്പനിക്ക് ഫേവറബിൾ ആയിട്ടുള്ളൊരു വിധി ഡൽഹി കോടതിയിൽ നിന്ന് വന്നു. സ്റ്റോക്ക് 4% റാലി. രാമകൃഷ്ണ ഫോർജിൻ കമ്പനി മക്കൻസി ആയിട്ട് ഒരു പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് ഏർപ്പെട്ടു. ടാൻല പ്ലാറ്റ്ഫോം 10% റാലി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ബാങ്ക് ഓഫ് ഇന്ത്യ ആയിട്ട് പുതിയൊരു ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ടുണ്ട്. ഡെൽറ്റ കോർപ്പ് ഇപ്പോൾ ചർച്ചകളിൽ ഇടം പിടിച്ചിരിക്കുന്ന ഒരു കമ്പനിയാണ്. ഇന്ന് CNBC TV ആയിട്ട് ഇവരുടെ ചെയർമാൻ്റെയൊക്കെ സ്പീച്ച് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. കമ്പനി 4000 കോടി രൂപ 24,000 കോടി രൂപയുടെ GST പെനാൽറ്റിയാണ് നിലവിലുള്ളത്. അപ്പോൾ കമ്പനിയുടെ ഒരു IPOയും മറ്റുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ട്. അപ്പോൾ അതല്ല മെയിൻ ന്യൂസ്, ഇതല്ല. ഈ ഒരു GST ആയിട്ട് ബന്ധപ്പെട്ട് ഇത് അടക്കണോ വേണ്ടയോ എന്നുള്ള കേസ് നടക്കുന്നുണ്ട്. അത് അടുത്ത മാസം ഹിയറിംഗ് ഉണ്ടെന്നുള്ളതാണ് ന്യൂസ്. വിശദമായിട്ടുള്ള ന്യൂസായിട്ട് പുത്തൻ രാവിലെയുള്ള മാർക്കറ്റിൻ്റെ ന്യൂസും രാവിലെയുള്ള ഗ്ലോബൽ മാർക്കറ്റിൻ്റെ അവസ്ഥയായിട്ട് 7:30 എല്ലാ ദിവസവും രാവിലെ ഞാൻ നമ്മുടെ ചാനലിൽ കൊച്ചു ന്യൂസായിട്ട് എത്തുന്നുണ്ട്. നിങ്ങളുടെ ട്രേഡിംഗ് സുഹൃത്തുക്കൾക്ക് ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ന്യൂസ് അറിയാതെ ഒരുപാട് ആളുകൾ ട്രേഡ് ചെയ്യുന്നുണ്ടാവാം. അവർക്ക് തീർച്ചയായിട്ടും അതൊരു ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം വീണ്ടും നേരുന്നു. ശുഭരാത്രി നേരുന്നു. താങ്ക് യു.